സർവ സൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ക്ഷോണിതാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തൻ്റെ കരുണയത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. എൻ ലംഘനങ്ങളും അകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തൻ്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. സർവ സൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ക്ഷോണിതാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം. അതിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അവൻ നമുക്ക് ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അവനിൽ താൻ മുൻ നിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാല സമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. വിശുദ്ധ വേദപുസ്തകം നാം മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഇത് ദൈവത്തിൻ്റെ പ്ലാനിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം ദൈവത്തിൽ നിന്ന് വന്ന് തിരിച്ച് ദൈവത്തെങ്കിലേക്ക് ചെല്ലുന്നു. ക്രിസ്തു യേശുവിൽ ഒന്നായി ചേരണം. അതാണ് കാലസമ്പൂർണതയിലെ ഒരു വ്യവസ്ഥ. നാം ദൈവത്തിൽ നിന്ന് വന്ന് തിരിച്ച് ദൈവത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. അവിടെ പറയാണ്, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. യേശു ക്രിസ്തുവിൻ്റെ അഥവാ ദൈവത്തിൻ്റെ മക്കളായി ഭൂമിയിലായിരിക്കുന്ന എല്ലാവരും പാപം ചെയ്ത് പിശാചിനാൽ പിടിക്കപ്പെട്ട് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ പല യാഗങ്ങളിലൂടെയും നേർച്ചകളിലൂടെയും തിരിച്ച് ദൈവസന്നിധിയിലേക്ക് വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കാൻ മനുഷ്യൻ ശ്രമിച്ചു. ആപ്പിൾ ഇഷ്ടമാണെങ്കിലും കുഷ്ഠരോഗിയായ ഒരാൾ കൊണ്ടുവന്നാൽ നാം ആപ്പിൾ വേണ്ട എന്ന് പറയും. അതുപോലെ വിശുദ്ധനായ ദൈവത്തിന് അശുദ്ധനായി തീർന്ന മനുഷ്യൻ്റെ നേർച്ചകളിലോ പ്രാർത്ഥനകളിലോ പ്രസാദിക്കാൻ കഴിഞ്ഞില്ല. മനുഷ്യൻ്റെ പാപം പെരുകി വന്നപ്പോൾ ദൈവം ഒരു പദ്ധതി ഒരുക്കി. ദൈവം തന്നെ ഒരു യാഗത്തിനുള്ള ക്രമീകരണം ചെയ്തു. അത് തൻ്റെ ഓമന പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശു മരണം, ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിലൂടെയുള്ള വിടുതൽ. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഒരാൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ആദ്യമേ ലഭിക്കുന്നത് പാപമോചനം എന്ന അനുഗ്രഹവും, തുടർന്ന് നാം നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ പറയുകയാണ്, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ യഥാസ്ഥാനപ്പെടുത്തുക.
അപ്പം നമ്മളൊരു സ്ഥാനത്തായിരുന്നു, അവിടുന്ന് നമ്മൾ വീണുപോയി. മാനവരാശി, ദൈവസന്നിധിയിലായിരുന്ന മാനവരാശി ദൈവസന്നിധിയിൽ നിന്ന് അകറ്റപ്പെടുന്നു. ആ അകറ്റപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കുന്നു, വീണ്ടും ദൈവമക്കളായി യേശു ക്രിസ്തു മുഖാന്തരം. യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശ് മരണത്തിലൂടെ, ആ രക്തം ചൊരിയപ്പെട്ടതിലൂടെ നമ്മളെ വീണ്ടെടുക്കുകയാണ്. അതിക്രമങ്ങളുടെ മോചനം, അതിക്രമങ്ങൾ നമ്മളിലുണ്ടായിരുന്ന അതിക്രമങ്ങൾ അത് പൂർണ്ണമായി മോചിപ്പിച്ച് നമ്മെ വീണ്ടെടുത്ത് ദൈവമക്കളാക്കി. വീണ്ടെടുപ്പ് ഉണ്ട്. അത് അവൻ നമുക്ക് ധാരാളമായി കാണിച്ച കൃപാദാന പ്രകാരം. ഇതൊന്നും എൻ്റെയോ നിങ്ങളുടെ കഴിവ് കൊണ്ട് ഞാൻ നല്ലവരായി തീർന്നതല്ല, അങ്ങനെ തീരാൻ കഴിയത്തില്ല. ഇതാരുടെ കൃപയാണ്? ദൈവത്തിൻ്റെ കൃപയാണ്. അർഹിക്കാത്ത ആനുകൂല്യമാണ് നമുക്ക് ലഭിച്ച ഈ രക്ഷ, ഈ വിടുതൽ. അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ നമുക്ക് ധാരാളമായി കാണിച്ച കൃപാദാന പ്രകാരം. കൃപയാൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? കാണിച്ച കൃപാദാന പ്രകാരം സർവജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. നമുക്കത് അറിവ് തന്നിരിക്കുകയാണ്. നമ്മൾ മോചിതരായി, പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു, യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ചിരിക്കുന്നു, നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. അറിഞ്ഞില്ലെങ്കിലോ സൗജന്യമായി നമുക്ക് ഈ അറിവൂടെ ദൈവം തരികയാണ്. സകല ജ്ഞാനവും വിവേകവുമായി അത് നമുക്ക് തന്നു. നമുക്കറിയാം നമ്മുടെ പാപം മോചിക്കപ്പെട്ടുവെന്ന്. എന്നിട്ട് പറയാം, അവനിൽ താൻ മുൻനിർണയിച്ച, ഇത് മുൻനിർണയമാണ്. ലോകത്തിന് അടിസ്ഥാനമിടുന്നതിന് മുമ്പേ യേശു ക്രിസ്തുവിൽ നമ്മെ മുൻനിർണയപ്രകാരം ദൈവത്തിൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം, നമ്മുടെ ഇഷ്ടമല്ല, ഇതും ദൈവത്തിൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ, പിതാവാൻ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. എന്താണ് ആ മർമ്മം? അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയാം, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിൻ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത്, അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. എന്താണ്? നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ, പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നാം ഇനിയും ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകും. ഇതാണ് വീണ്ടെടുപ്പ്. നമ്മൾ വീണ്ടും ദൈവഹിത പ്രകാരം അവകാശത്തിലേക്ക് മടങ്ങി വരികയാണ്. യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ചിരിക്കുകയാണ്. ഇന്നെ വചനം കേട്ടുകൊണ്ട് നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല, ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ട വ്യക്തിയാണെന്ന് മറന്നു പോകരുത്. പിതാവെ, പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച്, പാപങ്ങൾ മോചിച്ച്, യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിച്ച്, ആ മർമ്മം ഞങ്ങളോട് അറിയിച്ചു. ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അറിയിച്ച്, സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും കാലസമ്പൂർണതയിൽ ഒന്നായി ചേർക്കുന്ന വ്യവസ്ഥ, ആ വ്യവസ്ഥയ്ക്കായി ഞങ്ങളെ വേർതിരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിനെ അതിനായി ഭൂമിയിലേക്ക് അയച്ചതിനായി നന്ദിയോടെ സ്തോത്രം. സ്ത്രീയിൽ ജനിച്ചവനായി കർത്താവെ, അങ്ങനെ ഞങ്ങളെ അബ്ബാ, പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്വത്തിൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയച്ചിരുന്ന് മക്കളും അവകാശികളുമാക്കി തീർത്തതിനായി സ്തോത്രം ചെയ്യും. ഞങ്ങളെ തന്നെ അവിടുത്തേക്കാൾ താഴ്ത്തി സമർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന് അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം ഓർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമേൻ. സർവ സൃഷ്ടികളുമൊന്ന
പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ക്ഷോണിതരത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ.